കേരളം മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ ഭൂമികയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം പുതിയ രൂപം പ്രാപിക്കുന്നു. ഇതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂപപ്പെട്ടിരിക്കുന്ന ശക്തമായ രാഷ്ട്രീയ സാമുദായിക സഖ്യം. വി.ഡി. സതീശനെ സ്വന്തം തട്ടകമായ പറവൂരിൽ പൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ഭരണപക്ഷമായ CPM-ഉം പ്രബല സമുദായ സംഘടനകളായ NSS, SNDP-യും ഒരേ ലക്ഷ്യത്തോടെ നീങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ കൗതുകകരമായ കാഴ്ച. 1996 മുതൽ വി.ഡി. സതീശന്റെ രാഷ്ട്രീയ തട്ടകമാണ് പറവൂർ മണ്ഡലം. ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന പറവൂരിലെ UDF കോട്ടയാക്കി മാറ്റിയത് സതീശന്റെ വ്യക്തിപ്രഭാവവും പ്രവർത്തന ശൈലിയുമാണ്. അതുകൊണ്ട് തന്നെ സതീശനെ തളയ്ക്കാൻ പറവൂരിൽ തന്നെ ഒരു ചെക്ക്മേറ്റ് ഒരുക്കുക എന്നതാണ് CPM-ന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതിനായി CPI-യുടെ കൈവശമുള്ള ഈ സീറ്റ് CPM ഏറ്റെടുക്കാനുള്ള ഗൗരവകരമായ ആലോചനകളും നടക്കുന്നു. മുൻ മന്ത്രിയും ജനപ്രിയ നേതാവുമായ VS സുനിൽകുമാറിനെ പോലെയുള്ള ഒരു കരുത്തനെ കളത്തിലിറക്കി സതീശനെ പ്രതിരോധത്തിലാക്കാനാണ് ഇടതു മുന്നണി ലക്ഷ്യമിടുന്നത്. സുനിൽകുമാറിനെ പോലെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ മണ്ഡലത്തിൽ വോട്ട് ബാങ്കുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് CPM കണക്കുകൂട്ടുന്നു. ഇതിന് പുറമെ ശക്തനായ ഒരു പൊതു സ്വതന്ത്രനെ നിർത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കേരളത്തിലെ രണ്ട് പ്രബല സാമുദായിക ധ്രുവങ്ങളായ വെള്ളാപ്പള്ളി നടേശനും G. സുകുമാരൻ നായരും വർഷങ്ങളായി അകൽച്ചയിലായിരുന്നു. എന്നാൽ വി.ഡി. സതീശനെതിരെയുള്ള പോരാട്ടത്തിൽ ഇരുവരും കൈകോർക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന കാഴ്ച. പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തന ശൈലിയോടും സമുദായ നേതാക്കളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തോടുമുള്ള അതൃപ്തിയാണ് ഈ ഐക്യത്തിന് കാരണം. ശബരിമല വിഷയത്തിൽ അയ്യപ്പ സംഗമം നടത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയവരാണ് ഈ രണ്ട് നേതാക്കളും. എന്നാൽ ഇപ്പോൾ അവർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മൃദു സമീപനം സ്വീകരിക്കുന്നതും സതീശനെ കടന്നാക്രമിക്കുന്നതും രാഷ്ട്രീയ കേരളം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് സതീശൻ വരുന്നത് തടയുക എന്ന ദീർഘകാല ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. രമേശ് ചെന്നിത്തല അടക്കമുള്ള മറ്റു കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്തിക്കൊണ്ട് സതീശനെ മാത്രം ഒറ്റതിരിഞ്ഞാക്രമിക്കുന്ന രീതിയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും സ്വീകരിക്കുന്നത്. ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള സതീശന്റെ കടുത്ത പരാമർശങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചയായിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വെള്ളാപ്പള്ളി കയറിയതിനെ സതീശൻ തുടർച്ചയായി വിമർശിച്ചത് അനാവശ്യമായിരുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കളും കോൺഗ്രസിലുണ്ട്. സതീശൻ സമുദായ നേതാക്കളെ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും കരുണാകരനും പിന്തുടർന്ന അനുനയ പാത നഷ്ടപ്പെടുകയാണോ എന്ന ആശങ്ക കെ. മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. സതീശന്റെ ഈ ശൈലി ഈഴവ നായർ സമുദായങ്ങളിലെ വോട്ടർമാരെ UDF-ൽ നിന്ന് അകറ്റുമോ എന്ന ഭയം വരാനിരിക്കുന്ന നിയമസഭാ സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സമുദായ നേതാക്കൾക്കെതിരെ സതീശൻ നടത്തുന്ന ആക്രമണങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ പല മുതിർന്ന നേതാക്കളും തയ്യാറാകുന്നില്ല. BJP കാലങ്ങളായി ഉയർത്തുന്ന മുസ്ലിം പ്രീണന ആരോപണം ഇപ്പോൾ CPM-ഉം ഒരു രാഷ്ട്രീയ ആയുധമായി മാറ്റിയിരിക്കുകയാണ്. UDF സർക്കാർ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് അമിത സ്വാധീനം ലഭിക്കുമെന്ന പ്രചാരണം CPM ശക്തമാക്കി. AK ബാലന്റെ പ്രസ്താവനകളും ഇതിന് കരുത്തു പകരുന്നതാണ്. മുസ്ലിം വിഭാഗങ്ങളിലേക്ക് UDF അമിതമായി ചായുന്നു എന്ന തോന്നൽ ഭൂരിപക്ഷ സമുദായങ്ങളിലും ക്രൈസ്തവ സഭകളിലും ഉണ്ടാക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പരിപാടിയിൽ വെച്ച് വെള്ളാപ്പള്ളിക്കെതിരെ സതീശൻ പ്രസംഗിച്ചത് ഈ ആരോപണത്തിന് ആക്കം കൂട്ടി. ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടമാകുന്നത് തടയാൻ AICC ഇടപെടുകയും സമുദായ നേതാക്കളെ പിണക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വി.ഡി. സതീശൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് പിഴവുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു. സമുദായ സംഘടനകളുടെ രാഷ്ട്രീയ ഇടപെടലുകളെ തള്ളിക്കളയുന്ന അദ്ദേഹത്തിന്റെ നിലപാട് ആധുനിക ജനാധിപത്യത്തിന് ചേർന്നതാണെങ്കിലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നത് കണ്ടറിയണം. ഈഴവ നായർ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തേക്ക് അടുക്കുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ UDF-ന്റെ തുടർഭരണ മോഹങ്ങൾ തകരും. ക്രൈസ്തവ സഭകൾക്കിടയിൽ നിലനിൽക്കുന്ന ആശങ്കകളും BJP-യുടെ ഇടപെടലുകളും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. തങ്ങൾ നേരത്തെ പറഞ്ഞ മുസ്ലിം പ്രീണന വാദം ഇപ്പോൾ സത്യമാവുകയാണെന്ന് BJP ക്രൈസ്തവ നേതാക്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതൊരു വശത്ത് CPM-നും മറുവശത്ത് BJP-ക്കും ഗുണകരമാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സജി ചെറിയാന്റെ പ്രസ്താവനയോ ദീപകിന്റെ മരണമോ പോലെ ഓരോ സംഭവവും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും നേതൃത്വ പാടവത്തിന്റെയും അഗ്നിപരീക്ഷയാണ്. സമുദായ സംഘടനകൾ നൽകുന്ന കെണികൾ അണികൾ എത്രത്തോളം ശിരസ വഹിക്കുമെന്ന് വോട്ടിംഗ് മെഷീനുകൾ പറയും. സമുദായ നേതാക്കളെ തഴഞ്ഞുകൊണ്ട് ഒരു പുതിയ മതേതര പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാനാണോ അതോ സന്ധിയാക്കാനാണോ സതീശൻ തയ്യാറാവുക എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും പിണറായി വിജയന്റെ തന്ത്രങ്ങളും സമുദായ നേതാക്കളുടെ ഐക്യവും സതീശന് മുന്നിൽ വലിയ പ്രതിബന്ധങ്ങൾ തീർക്കുന്നു എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. മുസ്ലിം പ്രീണന ആരോപണങ്ങൾ ഉയർത്തി ഭൂരിപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ CPM ശ്രമിക്കുമ്പോൾ അതിലേറ്റവും നിർണായകമാകുന്നത് ക്രൈസ്തവ സഭകളുടെ നിലപാടാണ്.
കാസ പോലുള്ള സംഘടനകളും സഭാ നേതൃത്വത്തിലെ ചില വിഭാഗങ്ങളും ഉയർത്തുന്ന ആശങ്കകൾ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. മുൻപ് UDFന്റെ അടിയുറച്ച വോട്ട് ബാങ്ക് ആയിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഒരു വലിയ വിഭാഗം ഇപ്പോൾ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാട്ടുന്നുണ്ട്. ഇത് VD സതീശനും വലിയ വെല്ലുവിളിയാണ്. സമുദായ നേതാക്കളെ സതീശൻ തള്ളിപ്പറയുമ്പോൾ സഭാ നേതൃത്വവും കോൺഗ്രസും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നത് BJPക്ക് ഗുണകരമാകുമെന്നതും ശ്രദ്ധേയമാണ്. ശബരിമല വിഷയത്തിൽ ഏറ്റ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് CPM ഇപ്പോൾ സ്വീകരിക്കുന്നത് മൃദു ഹിന്ദുത്വത്തിന് സമാനമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് രീതിയാണ്. NSS SNDP നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ BJPയിലേക്ക് പോകാനിടയുള്ള വോട്ടുകൾ തടയാനും ഒപ്പം UDFനെ മുസ്ലിം ലീഗിന്റെ പാർട്ടി എന്നത് മുദ്ര കുത്താനും പിണറായി വിജയന് കഴിയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ തുടങ്ങിയ യുവ നേതാക്കളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന കേസുകളും വിവാദങ്ങളും ഇതിന്റെ മറ്റൊരു വശമാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന ഈ യുവനിരയെ തളച്ചാൽ കോൺഗ്രസിന്റെ ഭാവി തന്നെ അവതാളത്തിലാകുമെന്ന് ഭരണപക്ഷം കണക്കുകൂട്ടുന്നു. ഇതിനായി സോഷ്യൽ മീഡിയ വഴി വ്യക്തിഹത്യ നടത്തുന്നതും സെലക്റ്റീവായി കേസുകൾ ചാർജ് ചെയ്യുന്നതും ഒരു രാഷ്ട്രീയ ശൈലിയായി മാറിയിരിക്കുന്നു. ചുരുക്കത്തിൽ പഴയ കാലത്തെ അണികളെക്കാൾ ഉപരിയായി സമുദായ വികാരം വോട്ടായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം വീണ്ടും മടങ്ങുകയാണ്. സതീശന്റെ ഹൈടെക് രാഷ്ട്രീയ ശൈലിയും സമുദായ നേതാക്കളുടെ സ്വാധീനവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും വരും തിരഞ്ഞെടുപ്പിലെ നിർണായകമായിട്ടുള്ള ഘടകം.